ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 21 സംഗ്രഹം. ദശകം 21 ഭൂമിയെ 9 വക്ഷങ്ങളാലും, വക്ഷം പറഞ്ഞാൽ ഭൂഖണ്ഡം, 7 പ്ലക്ഷങ്ങളാലും ദ്വീപുകൾ വേർതിരിച്ചതിൻ്റെയും അവിടത്തെ ഉപാസ്യദേവന്മാരുടെയും പ്രസ്താവമാണ് ഉള്ളത്. ഭൂമിയുടെ ഒത്ത നടുക്കുള്ള ഇളാവൃതം എന്ന വർഷത്തിൽ അർദ്ധനാരീശ്വരനായ പരമശിവനും പാർവതിയും കുറേ സ്ത്രീകളും മാത്രമേ ഉള്ളൂ. ബലരാമനാണ് ഉപാസ്യദേവൻ. ഇളാവൃതത്തിൻ്റെ കിഴക്കുഭാഗത്ത് ഭദ്രാശ്വം എന്ന ഒരു ഭൂഖണ്ഡം, ഭദ്രസവസ്സുകൾ എന്ന മഹർഷിമാർ സ്തുതിക്കപ്പെടുന്ന ഹയഗ്രീവമൂർത്തിയാണ് ഉപാസ്യദേവൻ. ഇളാവൃതത്തിൻ്റെ തെക്കുഭാഗം ഹരിവർഷം എന്ന ഭൂഖണ്ഡം, പ്രഹ്ലാദനാൽ സേവിക്കപ്പെടുന്ന നരസിംഹമൂർത്തി പ്രധാന ദേവൻ. ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭൂഖണ്ഡമാണ് കേതുമാലം. ഭഗവതിയും പ്രജാപതിസുതന്മാരും സേവിച്ചു പോരുന്ന കാമദേവനായി അവതരിച്ച ഭഗവാനെ നമിക്കുന്നു. വിഷ്ണു കാമദേവനായിട്ട് അവതരിച്ചതാണ്. ഇളാവൃതത്തിൻ്റെ വടക്കുഭാഗം രമണീയമായ രമ്യകം, വൈവസ്വത മനുവാൽ പൂജിക്കപ്പെടുന്ന മത്സ്യരൂപത്തിൽ ഭഗവാനെ ഭജിക്കുന്നു. രമ്യകത്തിൻ്റെ വടക്കുഭാഗത്ത് ഹിരൺമയം, അവിടെ ഭഗവാന്റെ കൂർമാവതാരത്തെയാണ് വണങ്ങുന്നത്. ഹിരൺമയത്തിൻ്റെ വടക്കുള്ള ഉത്തരകുരുഖണ്ഡത്തിൽ ഭൂമിദേവിയുടെ കൂടെ ജ്ഞാനികളാൽ സ്തുതിക്കപ്പെടുന്ന വരാഹമൂർത്തിയാണ് ഉപാസ്യദേവൻ. ഹരിവർഷത്തിൻ്റെ തെക്കുഭാഗത്തുള്ള കിപുരുഷ വർഷത്തിൻ്റെ ഭൂഖണ്ഡത്തിൽ ഹനുമാൻ സേവിക്കുന്ന സീതാഹൃദയഹാരിയായ ശ്രീരാമചന്ദ്രനാണ് ഉപാസ്യദേവൻ. നാരദ മഹർഷിയോടുകൂടി ഭാരതവർഷത്തിലെ പ്രധാന ഭക്തന്മാർ ഉപാസിക്കുന്ന പ്രളയം വരെയും ജനങ്ങളെ സംരക്ഷിച്ചു പോരുന്ന നാരായണനാണ് ഉപാസ്യദേവൻ. പ്ലാക്ഷദ്വീപത്തിൽ ആദിത്യസ്വരൂപനും, ശാൽമല ദ്വീപത്തിൽ ചന്ദ്രസ്വരൂപനും, കുശം ദ്വീപത്തിൽ അഗ്നിസ്വരൂപനും, ക്രൗഞ്ച ദ്വീപത്തിൽ ജലസ്വരൂപനും, ശാഖദ്വീപത്തിൽ വായുസ്വരൂപനും, പുഷ്കരം എന്ന ദ്വീപത്തിൽ പരബ്രഹ്മസ്വരൂപനും ആയിട്ടുള്ള ദേവന്മാരെ ഉപാസിക്കുന്നു. ഭൂഖണ്ഡത്തിൻ്റെ പ്രസ്താവത്തിന് ശേഷം നഭോമണ്ഡലത്തെ, അതായത് ആകാശമണ്ഡലത്തെ പ്രസ്താവിക്കുന്നു. അവിടെ ഭഗവാൻ ഒരു മത്സ്യത്തിൻ്റെ രൂപം ധരിച്ചരുളുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശിംശുമാരത്തിൻ്റെ വാലിൻ്റെ സ്ഥാനത്ത് വടക്കുഭാഗത്തുള്ള ധ്രുവ നക്ഷത്രവും മറ്റവയവങ്ങളുടെ സ്ഥാനങ്ങളിൽ മറ്റു നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമാകുന്നു എന്നും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിഷ്ണുവാണ് ഉപാസ്യദേവൻ. പാതാളത്തിൻ്റെ അടിത്തട്ടിൽ 1000 ബണമുള്ള ആദിശേഷൻ്റെ, ലക്ഷ്മണൻ ശേഷൻ്റെ രൂപത്തിൽ അങ്ങയെ ഞാൻ ഭജിക്കുന്നു. ഗുരുവായൂരപ്പ, എൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റിത്തരയണമേ. ഇതാണ് സംഗ്രഹം. ശുഭം.